ഇത് ഞങ്ങൾ കുറച്ചാൾ മുമ്പ് പോയ ഒരു ചെറിയ ട്രിപ്പാട്ടോ. അല്ല, ഞങ്ങൾ ആലപ്പുഴ വരെയാണ് പോയത്. ഇത് ശരിക്കും തക്കടുവൊക്കെ വരണതിന് കുറച്ചാൾ മുമ്പാണ് ഇവള് ക്യാരിങ് ആയിരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾ പോകുന്ന വഴി അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് മീൽസൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഒരു ഓക്കെ മീൽസായിരുന്നു. വർക്കിൻ്റെയൊക്കെ ഒരു പ്രഷറിൻ്റെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. അതിന് വേണ്ടി ചൂസ് ചെയ്ത സ്പോട്ടാണ് ഞങ്ങൾ നോയൽസ് ഹോം സ്റ്റേ. ഒരു ചെറിയ ഹോം സ്റ്റേ ആണ്, ബീച്ച് സൈഡിൽ തന്നെയാണ്. നമ്മൾ നേരെ ചെല്ലുന്ന നമ്മൾ ബീച്ചിലോട്ട് തന്നെയാണ്. നമുക്ക് കൂടുതൽ നേരിട്ട് തന്നെ കാണാം. ഇതാണ് നോയൽസ് ഹോം സ്റ്റേ. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി ഒന്ന് നോക്കാം. ഇതവരുടെ വീട് തന്നെയാണ്. അടിയിൽ അവരുടെ ഫാമിലി ഉണ്ട്. മേളിൽ നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബാൽക്കണിയിലോട്ട് കയറാം കേട്ടോ. അത് ബീച്ച് ഫ്രണ്ട് ബാൽക്കണിയാണ്. അവിടെ നല്ല രസമുണ്ട്. നല്ല സൈലൻറ്റ് ബീച്ചാണ്. അത് മെയിൻ ബീച്ചല്ല, ആലപ്പുഴ എത്തണ്ട അതിന് മുമ്പുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ അധികം ആളും തിരക്കൊന്നുമില്ല. നല്ലൊരു ബീച്ചാണ്. നല്ല വിശാലമായ ബാൽക്കണിയാണ്. അവിടെ ഇരുന്ന് വൈകുന്നേരമൊക്കെ ഇരുന്ന് സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. ലൈറ്റ് ഇട്ടു. കർട്ടനൊന്ന് ഓപ്പൺ ആക്കി. ഒരു കുഞ്ഞു റൂം. ഇവിടെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. AC റൂമാണ്. നമ്മൾ അപ്പുറത്താണെങ്കിൽ ഒരു പാർട്ടീഷൻ ഉണ്ട്. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു ബാൽക്കണി പോലെയാണ്. ജസ്റ്റ് ഒരു ചെറിയ റൂം. അവിടെ നിന്ന് ബീച്ച് വേണമെങ്കിൽ കാണാം. അവിടെ വിൻഡോസൊക്കെ ഉണ്ട്, ഓപ്പണായിട്ട് ചെയ്തിട്ട് നമുക്ക് ബീച്ച് സൈഡിലോട്ടുള്ള വ്യൂവും കിട്ടും. വന്ന് ഞങ്ങളൊന്ന് സെറ്റിലായി റിലാക്സ് ഒക്കെ ചെയ്ത് ശേഷം ഞങ്ങൾ ബീച്ച് കാണാൻ ഇറങ്ങുവാണ്. അങ്ങോട്ട് ചെല്ലാൻ പറ്റുക. ബീച്ചിലേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്. മണ്ണ് കുറച്ച് സീനാണ് കേട്ടോ. ഹൈ, ആ പ്രഗ്നൻസി ഒരു 7-8 മാസമായപ്പോഴാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. അപ്പോൾ ചിന്നു ഓൾറെഡി ടയേർഡാണ്. നടക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അണയ്ക്കും. അപ്പോൾ ഈ പൂഴിമണ്ണായ കാരണം അവൾക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കൂരിയാണ് ഫുൾ ടൈം നടന്നത്. ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ചായ അവിടെ നിന്ന് കുടിച്ചിട്ട് ടീ ടൈമൊക്കെ ആയി. അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിരിക്കുക. ഐസ്ക്രീമിലായതുകൊണ്ട് തുടിച്ചു. നല്ല ചൂട് ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ.
നല്ല ചൂട് ബ്രെഡ് ഓംലേറ്റ് ആണ്. നല്ല ചൂടുണ്ട്. ചായയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി കുറച്ച് നേരം നടക്കാമെന്ന് വെച്ചു. ഇവിടെ കുറേ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സ്ഥിരം കളിക്കണ കുട്ടികളാണെന്ന് തോന്നുന്നു. ബീച്ചിലോട്ട് ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. അവൾ ക്യാരിങ് ആയ കാരണം അവളധികം റിസ്ക് ഒന്നും എടുക്കാൻ നിന്നില്ല. മാത്രമല്ല കടലിലോട്ട് ഇറങ്ങിയാൽ തന്നെ അവൾ ഭയങ്കര ടയേർഡാവും, വെള്ളമൊക്കെ അടിച്ച്. കുഴിക്ക് അത് ഞങ്ങളുടെ സ്ഥിരം ഹോബി കേട്ടോ. എവിടെ ബീച്ചിൽ പോയാലും ഞങ്ങൾ മണ്ണിൽ ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ച് കാലൊക്കെ ഇറക്കി ഇരിക്കാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ വീടുകളും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഡാമൊക്കെ പണിയാറുണ്ട്. എന്താ സാധനം? എന്താ അതെന്താ? ചെക്ക് പോയിന്റ്. ദേ കുഴിയിടാത്തിരുന്നോ? ഞങ്ങൾ വൈകിട്ടായപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങി മണ്ണൊക്കെ കുഴിച്ച് കളിക്കുകയാണ് കേട്ടോ. മതി. പട്ടിയൊക്കെ മുള്ളിയതായിരിക്കും അല്ലേ? കൈയിട്ട് പറഞ്ഞു. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് പിന്നെ പോയത്. ഞങ്ങള് കുഴി കുത്തിയിട്ട് അതൊന്നും അവരെ അവിടെ അത്രയും നേരം റിലാക്സ് ആയി കോട്ട ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ.
എൻ്റെ കൈ ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു സാധനമില്ലേ? പിന്നെ ഞങ്ങൾ ആലപ്പുഴയിലോട്ട് ഇറങ്ങി. അവിടെ ബോട്ടിങ് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ അവിടെ ഒരു വേഗ എന്ന് പറയുന്ന ഒരു ബോട്ടിംഗ് ഉണ്ട്. ഒരു 400 റുപ്പീസ് കൊടുത്താൽ നമ്മൾ ആലപ്പുഴ മൊത്തം ചുറ്റി കാണാം. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ ടൈം തെറ്റിപ്പോയി. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല. ഞങ്ങൾ ലോക്കൽ ബോട്ട് എടുത്തു. ലോക്കൽ ബോട്ട് ഒരു 7 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കൈനകരിയിലോട്ടാണ് എടുത്തത്. ശരിക്കും ഇതും നല്ല രസമാണ്. ഇതും ഒരു ബോട്ടിംഗ് എന്ന് തന്നെ പറയാം. ഗവൺമെൻറ് സർവീസിൻ്റെ ഒരു ബോട്ടിംഗ്. നമ്മൾ കൈനകരി വരെ ടിക്കറ്റ് എടുത്ത് ഇതാണ് ഇവരുടെ നെഹ്റു ട്രോഫി നടക്കുന്ന സ്ഥലം. ഈ ബോട്ട് ജെട്ടിയുടെ അടുത്ത് തന്നെയാണ്. അതുപോലെ കാറ് വെച്ചു അങ്ങനെ പോള കഴിയാൻ തുടങ്ങി. ഇഷ്ടംപോലെ ഹൗസ് ബോട്ട്സും സ്പീഡ് ബോട്ട്സും അങ്ങനെ സാധാരണ വഞ്ചി അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ശിക്കാരീസൊക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും വേമ്പനാട്ട് കായൽ. ഇത് വട്ടക്കായലെന്ന് പറയും. ഇതാണ് കേരളത്തിലെ വെച്ച് ഏറ്റവും വലിയ വാസ്റ്റായ ഒരു കായൽ. ഭയങ്കര വലിപ്പമാണ് ഈ കായലിനുള്ളത്. ഞങ്ങൾ പിന്നെ കൈനകരിയിലോട്ടാണ് എടുത്തത്. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു കയറാമെന്ന് വെച്ച് അവിടം വരെ എടുത്തുള്ളൂ. അടുത്ത ഇനി ബോട്ട് വരുമ്പോൾ കയറി പോവാം. അപ്പോൾ ഞങ്ങൾ നല്ല ഷാപ്പിലക്കറിയും അങ്ങനത്തെ ഫുഡ് തപ്പിയിട്ട് ഇറങ്ങിയതാണ്. ആലപ്പുഴ നല്ല ഫുഡ് സ്പോട്ടാണ്. നല്ല ഭക്ഷണങ്ങൾ കിട്ടും. ഈ കായൽ സൈഡായ കാരണം നല്ല മീനും ഇതൊക്കെ കിട്ടും. നല്ല ഫ്രഷ് മീൻ അവർ തന്നെ പിടിക്കണ മീനായിരിക്കും. പിന്നെ ഇവിടെ തന്നെ അവൈലബിൾ ആയിരിക്കുമല്ലോ മീനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ കയറി. അവിടെ ഒരു ചെറിയൊരു കടയാണ്. നല്ല ഊണും നല്ല മീനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ ഇറങ്ങി.
പിന്നെ ഞങ്ങൾ പാടമൊക്കെ കണ്ട് അങ്ങ് നടന്നു പോന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടനാട്. വേമ്പനാട്ട് കായലും കുട്ടനാടും പിന്നെ നല്ല മീനും ഇത് നല്ല കോമ്പോസാണ്. പിന്നെ ബോട്ടിങ്. റൈസ് ബോൾ ഓഫ് കേരള എന്നാണ് കുട്ടനാട് പ്രദേശത്തെ പറയുന്നത്. റൈസ് ബോൾ ഓഫ് കേരള. അവിടുന്ന് ഞങ്ങൾ അടുത്ത ബോട്ടെടുത്ത് തിരിച്ച് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് ടിക്കറ്റ് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗവൺമെൻറ് സർവീസ് ബോട്ടിങ്ങിൽ പോണതും ഒരു നല്ല ബോട്ടിംഗ് ആട്ടോ. നല്ല സീനറിയൊക്കെ കണ്ട് നല്ല ഉശാലായിട്ട് പോയി. 7 രൂപയേ ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് റിട്ടേൺ വന്നു. ഞങ്ങൾ സിറ്റി എത്തി. ഇനി ഞങ്ങൾ തിരിച്ച് നോവൽസ് ഹോം സ്റ്റേയിലേക്ക് പോവുക. വലിച്ച് അടിക്കും.
രാത്രിയുടെ അടുത്തേക്ക് സെൽഫി എടുക്കാം. അടിയിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവർ എല്ലാം ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാമെന്നുള്ളു. ഇവർ നല്ല ഹോംലി ഫുഡ് മേക്ക് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്താലും വരും. ഇവിടെ വന്ന് കഴിക്കാമെന്നുള്ളൂ, ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നുള്ളൂ. ഇവർക്ക് അടിയിലും റൂമുണ്ട്. മേളിൽ 2 റൂമും അടിയിൽ 2 റൂമും. നിങ്ങൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് ബുക്ക് ചെയ്തെടുക്കാമെന്നുള്ളു. റൂംസ് ഒരു 4 എണ്ണം ഉണ്ട്, അത് തന്നെ ധാരാളം. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ വെക്കേറ്റ് ചെയ്യുക. ഇവിടുന്ന് തന്നെ മോർണിംഗ് ഫുഡ് ഇവിടെ വീട്ടിലെ അമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. ഇഡലിയും സാമ്പാർ ചട്നിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ ബൈ.